വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിതക്കുക. ഞങ്ങളുടെ പുതിയ കളിപ്പാട്ടം കണ്ടോ? ഞങ്ങൾ അതൊക്കെ നോത്തി ഇങ്ങനെ കിതക്കുക. ഒരു സഖി വീണ്ടും സഖി ഇടിപ്പിച്ചു. കാരണം തുണി മഴയായോണ്ടേ ഈ അയ്യോ കൊണ്ടുവരും. ഇവർക്ക് ഉപയോഗിക്കുന്ന തുണിയൊക്കെ നല്ല ഉണങ്ങണ്ടേ വെയിൽ കൊണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് തേച്ചിട്ടാണേലും. അതുകൊണ്ടിപ്പോൾ കൂടുതലും സ്നഗ്ഗി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വട്ടത്തെ സ്നഗ്ഗി എനിക്ക് പൊട്ടിച്ചതേ ഓർമ്മയുള്ളൂ. ആ ഷൂന്ന് തീരാറായി മിയക്കുട്ട. അത് പൊട്ടിച്ചത് കുറച്ച് ദിവസമേ ആയുള്ളൂ, പക്ഷെ പെട്ടെന്ന് തീരാറായി. കാരണം ഇപ്പം അങ്ങനെ ഫുള്ള് തുണി വെക്കാത്തതുകൊണ്ട്. നോക്കുക, സമയം 6:30 ഞങ്ങൾക്ക് മോരായി, സാമ്പാറിന് വെച്ചു, അവിയലരിഞ്ഞു, കടലക്കറിയായി. ഇനി എന്തോമേ അവിയലും വെക്കണം, തോരനും. അത് സാരമില്ല. രാവിലെ ഇന്ന് 4 മണിക്കല്ല, ഈ അമ്മ രാവിലെ പെണ്ണിനെ ഉമ്മയൊക്കെ കൊടുത്തു അങ്ങ് എഴുന്നേൽപ്പിച്ചു. പെണ്ണ് 4 മണിയായപ്പോൾ എഴുന്നേറ്റ്. വേണ്ട പച്ചടി. മഴയാട്ടോ അല്ലേ. ഇപ്പൊ നമ്മുടെ കോഴിയൊക്കെ ഭയങ്കര സുഖമാ. കൂടായോണ്ട് കഷ്ടം. നേരത്തെ കാരാഗ്രഹത്തിൽ കിടക്കുമായിരുന്നു. നല്ല മഴയാ. ഇന്നലെ ഉറങ്ങാൻ ഭയങ്കര സുഖമായിരുന്നു. ഒന്ന് മെത്ത തിരിച്ച് നമ്മള് മെത്ത തിരിച്ചായിരുന്നു ഇട്ടിരുന്നേ. അയ്യോ, ഇന്നലെ ആ മെത്തേ കിടന്ന് നിക്കമ്മേ. ഇന്നലെ ആ മെത്തേ കിടന്നപ്പോഴത്തേക്ക് എന്ത് സുഖമായിരുന്നു അറിയാമോ. എനിക്കാണ് എഴുന്നേക്കാനേ തോന്നില്ല. പിന്നെ അവൾ എഴുന്നേറ്റിട്ട് ഞാൻ ഉറങ്ങിയില്ല, അവിടെ തന്നെ കിടന്നു. പിന്നെ അമ്മയുടെ കൂടെ വന്ന് അമ്മയ്ക്ക് അവിയലിന് അരിഞ്ഞു കൊടുത്ത്. നല്ല വെളുത്തുള്ളി, അതാണ് രുചി. ഒന്ന് ആവി കയറ്റിയാൽ മതി. ഞാൻ കുളിക്കാൻ പോവാ. ഇനിയും കുളിക്കാതെ അമ്മേനെ ചീത്ത വിളിക്കും. 7 മണിയാവാറായി. ഉടുപ്പ് ഏതെങ്കിലും വൃത്തിയുള്ള ഉടുപ്പിടാം, ആൾക്കാരൊക്കെ വരുന്നില്ലയോ. പക്ഷെ വൃത്തിയുള്ള ഉടുപ്പിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ഓട്ടയൊക്കെ വീണിടുന്നതാണ് ഇഷ്ടം. ഇന്നലെ ഇട്ട ഞാൻ വന്നപ്പോഴേ ഊരിയിട്ടായിരുന്നു. നല്ല ഉടുപ്പായോണ്ടേ. അപ്പം ഇത് തന്നെ ഇടാം വേണം. ഇപ്പം ഞാൻ സ്പ്രേ അടിക്കുന്നതേ ഇല്ല, കുഞ്ഞാവ് വന്നുകൊണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ബോഡി ലോഷനൊക്കെ ഇടും. തുടക്കമൊന്നും ഇടത്തില്ലായിരുന്നു, അവർ പൊടിയല്ലേ. നമ്മുടെ ഇവിടെ എല്ലാം കാടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ അയ്യത്ത് വന്ന് കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം കാട് കയറി. കാന്താരിയൊക്കെയാ, ചേനയുണ്ട്, ഇടയ്ക്ക് അച്ഛൻ നട്ട ചീനിയുണ്ട്. പക്ഷെ ഇടയ്ക്കെല്ലാം വയറ കയറി. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ മനസ്സിനൊരു സങ്കടമാണ്. കാരണം അങ്ങനെ എപ്പോഴൊന്നും നമ്മുടെ ഇവിടെ നിന്ന് കാട് കയറത്തില്ല. അച്ഛനാന്നേലും അമ്മയാന്നേലും ഇറങ്ങി വൃത്തിയാക്കും. പിന്നെ മഴ സമയമാകുമ്പോൾ നമ്മൾ വേണ്ട ബന്ധിയുണ്ട് കേട്ടോ. ഇത് എവിടുന്ന മഴ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടല്ലേ, അപ്പോൾ ഇങ്ങനെ വരും. എന്നാലും കാണുമ്പോൾ ഒരു സങ്കടം. നമ്മുടെ വീടൊക്കെ ഇങ്ങനെ അയ്യത്തൊക്കെ കാടൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും തൂത്തും തുളച്ചിരിക്കുന്നതല്ലേ അമ്മ. ഇതുണ്ട് നമ്മുടെ മാങ്കോസ്റ്റിനൊക്കെ കിളിച്ച്. വാടാമുല്ല ഉണ്ട്. ഓണം വരുന്നു. ഈ വാടാമുല്ലയൊക്കെ കാണുമ്പോൾ ഓണം ഓർമ്മ വരുക. ഇതാ ഇന്ന് രാവിലെ കുളിച്ചപ്പോഴേ ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ ഓർത്തു. നമ്മൾ കുഞ്ഞായിട്ടിരുന്നപ്പോൾ ഇതാ കൊല. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. പെട്ടെന്ന് വളർന്നല്ലോ, ഇനി തിരിച്ച് ആ ഒരു സ്കൂൾ ടൈമൊക്കെ വന്നായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ട്. അന്ന് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, തലേന്നേ പൂ പറിച്ച് വെക്കുന്നു, സ്കൂളിൽ പോകുന്നു, ഓണപ്പരിപാടി, ഒരു രസം. ഓണപ്പരീക്ഷ, പിന്നെ ഓണാവധി, ഓണത്തിന് എല്ലാവരും വീട്ടിൽ പോകുന്നു. നമ്മുടെ പേരയ്ക്ക ഒന്നും ആയിട്ടില്ല, അച്ഛൻ പിടിച്ച് കെട്ടി. പിന്നെ വേറെ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും നമ്മളും സന്തോഷം. എന്നോട് ചോദിച്ചു, എനിക്ക് ആ ലൈഫാണ് ഏറ്റവും ഇഷ്ടം. അതൊരു രസമാണ്. നമ്മുടെ ഇവിടുത്തെ ചക്കയില്ലായിരുന്നു, നമ്മൾ താഴെ വെച്ചിരുന്നു, അത് പന്നലായിപ്പോയി കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോ അടുത്തുള്ളവരൊക്കെ കാണും, വിടാതെ കാണും നമ്മളെ. അതിൽ ചില ആൾക്കാർക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊന്നും ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അവരൊക്കെ എന്തോ കുശുമ്പി. എന്നിട്ട് അവരുടെയൊക്കെ മനസ്സിലെ വിചാരം ഇതിൽ നിന്ന് ലക്ഷങ്ങളുണ്ടാക്കുന്നു,
റീൽസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. അത് ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് നോക്കി പറയുക. അയ്യോ, ആൾക്കാരുടെ മനസ്സിലിരിപ്പേ. നമ്മളാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാറ് പോലുമില്ല. ഞാൻ പൂ വെച്ചുവാ. അപ്പോൾ ഇപ്പം വലുതായില്ലേ. ഇപ്പം ഞാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും, പണ്ട് രാവിലെ അമ്മ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ ചോറും കറിയൊക്കെ വെച്ച് തരുമായിരുന്നു. ഇപ്പം ആ സ്ഥാനത്ത് ഞാൻ എഴുന്നേറ്റു, ഞാൻ രാവിലെ കഴിക്കാനുള്ളത് വെക്കുന്നു. പെട്ടെന്ന് സമയം പോയി, പെട്ടെന്ന് വലുതായി എന്ന് തോന്നുന്ന പോലെ. ഈ റോസയൊക്കെ നല്ലപോലെ കിളിച്ച് വന്നതാണ് അന്നേരം ഒരു മഴ വന്നത്. കുറേ ചെടികളുണ്ട്. ഇതിനെ ഇനി പിടിച്ച് കെട്ടണം. ഇത് ഇതിൻ്റെ കളറ് നല്ല രസമാണ്, പൂവ് കാണാനായിട്ട്. ഇവിടെ ഇത്രയും നല്ല പച്ചപ്പാണ്. നമ്മളങ്ങോട്ട് പോകുന്ന ആ വഴി. ഇതൊക്കെ കുറച്ച് ഒടിച്ച് കളയണം, മഴ സമയമല്ലേ, കാട് പിടിച്ച് നിൽക്കുന്നെല്ലാം കൂടെ. ഞാൻ പറയത്തില്ല, എന്നുള്ളപ്പോൾ നമ്മൾ നമ്മുടെ വീട് ഒരിക്കലും ആസ്വദിക്കത്തില്ല ഇറങ്ങി നടന്ന്. ഇപ്പം ഈ മുറ്റത്തൂടൊക്കെ നടക്കുമ്പോൾ അങ്ങ് ആസ്വദിക്കുക, മുക്കും മൂലയല്ല. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്, രസമാണ്. ഞാൻ ഇപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, അമ്മയെ പോകുമ്പം എനിക്ക് മുളക് പൊടിയും തന്നു വേണം, പനിക്കുറുക്കയുടെ തണ്ടും തന്നു വേണേന്ന്. അമ്മ പറയുന്നിട്ട് ഇവിടെ കണ്ട് പനിക്കുറുക്ക കിളിച്ച് നിൽപ്പുണ്ടെന്ന്. കാരണം കുഞ്ഞിനെ വെള്ളത്തിൽ ഞെവിടി കുളിപ്പിക്കാനും വേണ്ടി അവിടാണ്. അപ്പുറത്തെ വീട്ടിലുണ്ട്, എന്നും അവിടെ പോയി എങ്ങനെ പിച്ചെന്ന്, മോശമല്ലേ. അമ്മ പറയുന്നിട്ട് നമ്മുടെ തെക്കേപ്പുറത്ത് പൂവിച്ച ഇറങ്ങി ഞാനാ നിങ്ങളോട് കാര്യം പറഞ്ഞ് ലാത്തി അടിച്ച് നടക്കുക. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാണ്, പക്ഷെ കുളിക്കാനാന്നേ മടിയുക സത്യം. ഈ മഴയത്തൊക്കെ എങ്ങനെ കുളിക്കും, തണുത്ത് വിറച്ച്. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ മഴയത്ത് കുളിക്കുന്ന എന്തൊരു പാടായിരുന്നു. അന്ന് പിന്നെ സ്ഥിരം ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിൻ്റെ സുഖം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തണുത്തുള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ല, അതാ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും ജീവിതം. പക്ഷെ നമുക്കിപ്പം തോന്നും പെട്ടെന്ന് വളർന്ന ചേച്ചിയും ചേട്ടനും ആവണമെന്ന്. അപ്പം ഞാൻ തെറ്റിപ്പൂ പറിക്കാനും വേണ്ടി പോവാം. ഈ വടി എൻ്റെ രക്ഷയ്ക്കാം. ഇപ്പം ഇങ്ങനെ ഓർക്കായിരുന്നു, നമുക്ക് കുഞ്ഞ് കളിക്കാൻ പറ്റുന്ന നമ്മുടെ അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം എനിക്കൊരു കുഞ്ഞായിട്ട്. അതാ ഇങ്ങനെയൊക്കെ. ആ സത്യം ഞാനൊരു കമൻറ്റിൽ കണ്ടു, നമുക്കൊരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം, അവരുടെ കഷ്ടപ്പാടുകൾ ഓർക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ അവരില്ലെങ്കിൽ ആരുമില്ല എനിക്ക്, അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരും. അത് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴേ ആ ചിന്തകൾ വരും. കുഞ്ഞിനെ നമ്മൾ ചിന്തിക്കത്തില്ല, അച്ഛനും അമ്മയും ഇല്ല, അത് വരുന്ന ഒരു കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല. ഇപ്പം നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കാത്ത ഒരാൾക്കാരും കാണത്തില്ല. അപ്പം ഞാൻ തെറ്റിപ്പൂ പറിക്കട്ടെ. നമ്മുടെ താഴെ തോടൊക്കെ നിറഞ്ഞൊഴുകുക. നിങ്ങൾക്ക് ആ ഒഴുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വാഴയുടെ ഇടയിൽ കൂടെ സൂക്ഷിച്ച് നോക്ക്. ആ കണ്ടൊക്കെ കണ്ടോ, കുറേ നാളായില്ലേ കണ്ടൊക്കെ കണ്ടിട്ട്. ഇപ്പം എല്ലാം കാട് കയറി കിടക്കുക. വാവ എഴുന്നേറ്റു, ഗീതേമ വന്നു, അരി അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. 2 വിറകൂടെ എടുത്തുകൊണ്ട് വരക്കട്ടെ, കാരണം ഇതിൻ്റെ കൂടെ കത്തിക്കോളും. അരി കഴുകി അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ചായയും കൂടെ കുടിക്കണം. രാവിലെ വെള്ളം ഒന്നും കുടിച്ചില്ല. ഇടിയപ്പം അമ്മ അടുപ്പത്ത് വെച്ച് ചെറുന്നാട്ടോ ജോലി ചെയ്യുന്നത്. ഒരു മടിയില്ല ജോലി ചെയ്യാൻ. പക്ഷെ ഞാനൊക്കെയാണ്, എനിക്കിതുപോലെ ദിവസമൊക്കെ മടിയാണ്. ഞാനപ്പോൾ എപ്പോഴും എനിക്ക് അമ്മ എന്താ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്ന്. പണ്ട് തൊട്ടേ ഇങ്ങനെ ടക്കേന്ന് ജോലി തീർക്കും, പക്ഷെ അടങ്ങിയിരിക്കത്തില്ല. ഇപ്പം ഈ ജോലി കഴിഞ്ഞാൽ ഉടനെ മുറ്റത്തിറങ്ങുക, പോച്ച നുള്ളി പറിക്കുക, എന്നെക്കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അതൊക്കെ. അടുത്ത ഒരു വെയിൽ വന്നിട്ട് ഭയങ്കര മഴക്കോള് വരുന്നു.
വായിക്കോടെ അരിവില്ല അരിവിലാരോ കൃഷ്ണ കൃഷ്ണ ഹരേ ഓം നമോ ഒരു പിരി എഴുതിയ കൃഷ്ണൻ, ഒറ്റപ്പിരിയുള്ള കൃഷ്ണൻ. ഒരു പിരി എഴുതാൻ സമ്മതിച്ചുള്ളൂ. ഹരേ 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 കൃഷ്ണ 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 ഹരേ തള്ളയിപ്പോ പൊളിക്കുമല്ലോ. അമ്മാമ്മയെ കൊച്ചുകൂടെ വായിക്കാൻ പോകും. 5000 രൂപ 3000 രൂപ. ഗോപികമാർക്കെന്നും സുന്ദരരൂപനായി ഗോപാലകുലബാലൻ അവതാരമായി. ഗോപികമാർക്കെന്നും സുന്ദരരൂപനായി ഗോപാലകുലബാലൻ അവതാരമായി. ഗോകുലം ഉണർത്തുവാൻ മക്കളെ മേറ്റുവാൻ, ഗോകുലം ഉണർത്തുവാൻ മക്കളെ മേറ്റുവാൻ. ഗോപികമണിവർണ്ണൻ അഷ്ടദിക്കുകളെല്ലാം കൈകൂപ്പി നിൽക്കുമ്പോൾ അഷ്ടമി രോഗിണിയിൽ അവതാരമായി. അഷ്ടമി രോഗിണിയിൽ അവതാരമായി. കംസനിഗ്രഹം ചെയ്യാൻ കാളിയദർഭം നീക്കാൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി. കംസനിഗ്രഹം ചെയ്യുവാൻ കാളിയദർഭം നീക്കാൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി. ഭൂഭാരം കളവാനും ശാന്തിയെ വരുത്താനും കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. ഇതാണ് ഞങ്ങളുടെ പാലട പ്രഥമൻ, പാലട പായസം, പാലട പ്രഥമൻ. അപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് വന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ, ഉറങ്ങുന്നേ. അച്ഛനാണ് ഇവളുടെ അടുത്തിരിക്കുമായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞ് ഈ അച്ഛൻ ആഹാരമൊന്നും വേണ്ട, ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ അടുത്തൊന്നും മാറത്തില്ല. 2 മണിയായിട്ടും ചോറ് കഴിക്കാതെ ഇവളുടെ കൂടെ കിടക്കുവാന്ന്. അന്നേരം അമ്മ വഴക്കും പറഞ്ഞു, വന്ന് ചോറ് കഴിച്ചിട്ട് പോകുന്ന. ഇവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ
ഈ അടയും ശർക്കരയില്ലേ അതേപോലെ അച്ഛൻ ഇവളുടെ അടുത്തുനിന്ന് മാറത്തേ ഇല്ല. ഇവിടെ ഒട്ടിപ്പറ്റി ഇങ്ങനെ ഇരിക്കും, എപ്പോഴും ഇവളുടെ അടുത്തായിരിക്കും. ശരിക്കും അതൊക്കെ ഒരു ഭാഗ്യമാട്ടോ. അങ്ങനെ ഒരു അച്ഛനെയൊക്കെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം, സത്യം പറഞ്ഞ പായസം ആ അമ്മ കുളമാക്കി. പാലടയായിരുന്നു, ഈ അമ്മ അത് ഈ അവിലൂടെ എടുത്തിട്ട്. അവിലിട്ട രുചിയാണ്, പക്ഷേ എനിക്കിഷ്ടമല്ല അവിലിട്ട പായസം. സിന്ധു ആൻറ്റി വന്നിട്ടുണ്ട് മേളിൽ നിന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുക, ഇടയ്ക്ക് മഴയാട്ടോ. നല്ല ഉറക്കം വരും, സദ്യ കഴിച്ച് വയറ് നിറഞ്ഞ ഉറക്കം വരും. ഞാനിപ്പോഴും ഇങ്ങനെ ഇരുന്ന് വിചാരിക്കുവാന്ന്, നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ 26 വയസ്സായി. ഒരു പിറന്നാളിന് പോലും അമ്മ സദ്യ വെക്കാത്തയോ വായന വെക്കാത്തയോ വർഷമില്ല. ഈ 26 വർഷം ഞാൻ ജനിച്ചിട്ട് 26 വർഷം കേക്ക് മുറിക്കലൊന്നുമില്ല നമ്മുടെ വീട്ടിൽ. പക്ഷേ എനിക്ക് സദ്യ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഒരു വായന നടത്തും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് അത്രയും കരുതലും സ്നേഹം ഉള്ളതുകൊണ്ട് അവരത് ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ്. ഒരു പക്ഷേ നാളെ ഞാനത് അമ്മയോട് പറഞ്ഞു, നാളെ മീമോക്ക് 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ഞാനൊന്നും ഓർത്ത് ചെയ്യത്ത പോലും ഇല്ലായിരിക്കും എന്ന്. കഷ്ടം. വയ്യാഞ്ഞിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി പാവം. അച്ഛനെ പിച്ചി പറിക്കുന്നുണ്ടോ? ഭയങ്കര നകന്നിപ്പോണ്ട് അതിൽ. ആടാ ഇപ്പം നോക്കണേ, ആണ്ടോ പിച്ചെന്നാ പിച്ചു കിട്ടോ. പിച്ചു കൊച്ചട്ടെ. അങ്ങനെ വായനയൊക്കെ കഴിഞ്ഞ കേട്ടോ. അടുത്ത ജോലി കയറി. കൊച്ച പറഞ്ഞു, അമ്മ ഇങ്ങ് വാടി. അഖിലണ്ട മണ്ഡപ മണിച്ചോരുക്കി അതിരുള്ളിലനന്ദ ദീപങ്ങൾ. തിരിച്ചേ ഒരു ഡാൻസ് കളി. മുട്ടായി ഓക്കെ കളിക്കേ. ഇടയ്ക്ക് മറന്നുപോയി ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് കളിച്ചേ? ആ ടഫ് സ്റ്റെപ്പാ. ഇതെന്തൊരു ഡാൻസാ? ഇപ്പം പോയേനെ.